ആസ്റ്റർ പ്രൊജക്ഷൻ എന്ന വാക്കും കേഡൽ ജീൻസൺ രാജ എന്ന പേരും മലയാളികൾ അത്ര വേഗം മറക്കുമോ? ആദ്യം അമ്മയെയും പിന്നാലെ അച്ഛനെയും ഉൾപ്പെടെ 4 പേരെ ഒന്നൊന്നായി വകവരുത്തിയ നന്ദൻകോട് കൂട്ടക്കൊല കേരളത്തെ ഒന്നടങ്കം നടുക്കിയതാണ്. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഇനി വിധിക്കായുള്ള കാത്തിരിപ്പാണ്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി മെയ് 6-ന് കേസിൽ വിധി പറയും. ദുർമന്ത്രവാദത്തിന്റെ സ്വാധീനത്താൽ കൊലപാതകം നടത്തിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഏപ്രിൽ 9-ന് ക്ലിഫ് ഹൌസ് പരിസരത്തെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകങ്ങൾ നടന്നത്. ക്ലിഫ് ഹൌസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൌണ്ടിലെ 117-ാം നമ്പർ വീട്ടിലാണ് പ്രൊഫസർ രാജ തങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിൻ, ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 3 മൃതദേഹങ്ങൾ കത്തിയ നിലയിലും ഒരെണ്ണം കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. വെട്ടിയും കഴുത്തറത്തും കൊന്ന ശേഷമായിരുന്നു കത്തിച്ചത്. കൊലകൾക്ക് ശേഷം കേദൽ ചെന്നൈയിലേക്ക് പോയി. അവിടെ നിന്നും തിരിച്ചെത്തിയ ശേഷമാണ് പോലീസ് പിടിയിലായത്. തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കോടതിയിൽ പ്രതി കേദൽ ജിൻസൺ രാജ വാദിച്ചു. കൊലപാതകം നടന്നപ്പോൾ താൻ തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു. ആ സമയം ചെന്നൈയിൽ അലഞ്ഞു നടക്കുകയായിരുന്നുവെന്നാണ് കേദലിന്റെ വാദം. ഈ വാദത്തിന് തെളിവില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. വിദേശ പഠനത്തിനിടെ ദുർമന്ത്രവാദ സംഘത്തിന്റെ വലയിൽപ്പെടുകയായിരുന്നു കേദൽ. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ദുർമന്ത്രവാദത്തിനായി വീട്ടുകാരെ തന്നെ ഇരകളാക്കുകയായിരുന്നു എന്നായിരുന്നു കണ്ടെത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം.